സീരിയസ്ലി അറിയാം, ഞാൻ പ്രസവം നിർത്തിയിട്ടില്ല. അതെന്റെ ഭാഗ്യ. അന്ന് എന്തോ പ്രസവം നിർത്താൻ പറഞ്ഞിട്ട് വീട്ടുകാരും ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചതാണ്. അത് നിർത്താൻ ഇപ്പം എൻ്റെ ഭാഗ്യം. ഇനിയിപ്പം നമുക്ക് ഞാൻ നാളെ ഒരു കല്യാണം കഴിക്കില്ല എന്നല്ല, ഞാൻ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആളെ ഇപ്പോഴും സെറ്റാക്കും. ആളെ സെറ്റാക്കി വെച്ച് വീട് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഒരാളെ ഞാൻ കൂട്ടിന് നിർത്തും എൻ്റെ. എന്നിട്ട് അവരെ മക്കളായിട്ട് കണക്ഷൻ ചെയ്യിപ്പിക്കില്ല. മക്കളായിട്ട് കണക്ഷൻ ചെയ്യിപ്പിക്കില്ല. അത് ജീസസിലുള്ളവർ കഴിക്കും. ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കും. മക്കളായിട്ട് കണക്ഷൻ വെക്കില്ല. കണച്ചിലേക്കൊരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി ഉള്ളതുകൊണ്ട് ഇപ്പം ഇരിക്കുന്നവൻ എങ്ങനത്തെ മയറിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ജീസസിനും അവരെൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കും. എന്നിട്ട് വല്ലപ്പോഴും ഞാൻ അവനോട് അവരെ പോയി നോക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് തന്നെ പ്രസവിക്കും, ഇവിടെ തന്നെ ഇതാക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, മക്കളായിട്ടുള്ള കളക്ഷൻ ഉണ്ടാവില്ല. പുതിയൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളായിട്ടുള്ള കണക്ഷൻ വയ്ക്കത്തില്ല. ഞാൻ പുള്ളിയുടെ അടുത്തായിരിക്കും. സ്വയം നിർത്താനായില്ലല്ലോ. അയ്യോ അതെന്താണെന്നറിയോ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ സിസേറിയനായിരുന്നു. രണ്ടെണ്ണം എൻ്റെ സിസേറിയനായിരുന്നു. അപ്പോൾ എന്നോട് അനൂജ് ഡോക്ടറായിരുന്നു നമ്മുടെ അമല മെഡിക്കൽ കോളേജിൽ. എൻ്റെ ചേച്ചി ഞാനും തൃശ്ശൂർ മറ്റേ അമല മെഡിക്കൽ കോളേജിലെ പ്രൈവറ്റ് അവിടെയായിരുന്നു. ഞങ്ങൾ 2 പെണ്ണുങ്ങളും, ഞങ്ങൾ 2 പെൺപിള്ളേർ അവിടെയായിരുന്നു. അങ്ങനെ ചേച്ചി പിന്നെ കൈയോടെ നിർത്തി, എന്നോട് കൈയോടെ നിർത്താൻ പറഞ്ഞാ. അപ്പം ഞാനും ഹസ്ബൻഡും പ്രോബ്ലമായിരുന്നു. അന്നേരം പുള്ളി ഒപ്പിട്ട് കൊടുത്തില്ല. അതാണ് സംഭവം. പുള്ളി 4ാമത് നോക്കിയിരുന്നു. പുള്ളിക്ക് പ്രസവം നിർത്തേണ്ടത് ഇഷ്ടമല്ല. അപ്പൊ പുള്ളി നാലാമതൊരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞിരുന്നു. കുട്ടൂസ് ഉണ്ടായി 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഉപേക്ഷിച്ചു. പിന്നെ പ്രസവം നിർത്തിയില്ല, നിന്നില്ല. വീട്ടിലെപ്പോഴും പറയും. അപ്പൊ എനിക്കിപ്പോ തോന്നി പ്രസവം നിർത്താത്തത് ഭാഗ്യാണെന്ന്. വലുതായിട്ട് കണ്ടത് ഷോൾ ഇടും. ഇപ്പൊ എൻ്റെ ചേച്ചി കണ്ടില്ലേ, പ്രസവം നിർത്തിയ ചേച്ചിയാ, എൻ്റെ സ്വന്തം ചേച്ചി. പ്രസവം നിർത്തിയിട്ട് മക്കളായിരിക്കും. എൻ്റെ ചേച്ചി പ്രസവം വന്നില്ല, ഒരു മക്കളായിരിക്കും കേട്ടോ. എടുക്ക എൻ്റെ പിള്ളേരെ ഞാൻ. ഇപ്പൊ എങ്ങനെ കിട്ടിയേ? വല്യമ്മ പോയാ? എന്താ വന്നമ്മ? എന്താ അവര് വന്നേ? അമ്മച്ചീനെ പോയി കണ്ട് അമ്മച്ചിക്ക് ഓണക്കോടി എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് വന്നത്. എന്നിട്ട് അമ്മക്ക് കൊണ്ടുവന്നേ? അമ്മച്ചിക്ക് 2 നൈറ്റ് സാരി സാരി 2 നൈറ്റ്. ഒരു മിനിറ്റ് വിളിക്കുന്ന മയില്. ഒരു മിനിറ്റ് അമ്മ. മുറന്മാർക്ക് ഒരു പണിയില്ല. വീട്ടിൽ വിളിക്കുന്നതെന്ന് അറിയില്ലേ മയില്? വീട്ടിൽ പോലും സമ്മതിക്കില്ല വിളിക്കാൻ. സാരി അണിച്ചേ? ഇതാരും മേടിച്ചേ? നല്ല സാരിയാ, കുഴപ്പമില്ല. ഇത് നല്ലടാ. അവരൊന്നും കഴിച്ചില്ലേ? ഒരു മിനിറ്റ് അമ്മ, കുറെ നേരം ഒരു തന്നെ വിളിച്ചാലും ചെയ്യുന്നു. ഒരു മിനിറ്റ് അമ്മ, ഒരു മിനിറ്റ്. ഒരുത്തന അരിപ്പ് പൂറ്. ഹലോ ഹലോ ഹലോ
ഹലോ എടാ അവരാധിക്കുണ്ടായി മൈരവിച്ചത് പോടാ പൂറി മോനെ കുണ്ണാന്ന് വീട്ടിൽ വിളിക്കാൻ പറ്റുന്നില്ലടോ. ആ പറ. പിന്നെ 2 നൈറ്റി, ഒരു സാരി, പിന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി, ആപ്പിള്, പേരയ്ക്ക, ഓറഞ്ച്, പിന്നെ കിട്ടണം. ആ വേറെ എന്നിട്ട് അവിടെ വന്നിട്ട് എപ്പ പോയ അപ്പൊ തന്നെ അവർക്ക് വീട്ടിലെത്തണ്ടേ? എന്ന് സ്കൂൾ തുറക്കണേ? കഴിഞ്ഞ തിങ്കളാഴ്ച. സ്കൂൾ ഫീസ് പിള്ളേർക്കൊക്കെ മേടിക്കാനേ, പിള്ളേർക്കൊക്കെ മേടിക്കണമെന്ന് ഓർത്തു. പക്ഷെ ഇതിന്റെയൊക്കെ അളവ് അറിയില്ലല്ലേ. പിന്നെ അളവ് അറിയില്ലല്ലോ. പിന്നെ പിള്ളേരെ അറിവ് വെച്ചല്ലേ. ഇപ്പൊ വല്യമ്മയുടെ വല്യമ്മ അവന്റെ പകുതിയേ ഉള്ളൂ. രണ്ടാമത് കെട്ടിയതിന് കൂടെ പോയിട്ട് മെലിഞ്ഞ കണ്ടില്ലേ? ശരി, ഞാൻ വിളിച്ചു നോക്കിയത് അവര് പോയോന്നറിയാൻ വേണ്ടി. അവര് പോയി. ഞാൻ നിന്നോട് പറഞ്ഞില്ല അവര് പോകുന്നത്. തിരക്കാണ് അവർക്ക്. നാളെ അവർക്ക് ജോലിക്ക് പോകട്ടെ. അപ്പൊ അച്ഛനും അമ്മയും സൗകര്യം കൊടുക്കാണ്ട് പിന്നെ 1000 രൂപ കിട്ടി തന്നു. അവളോണ്ട് സാധിച്ചു. 1000 രൂപ തന്നു. ആരെ തന്ന? ചേട്ടാ പുതിയ മരുമോനാ? അവളായി കൊടുത്തു. അവള് തന്നു. അപ്പൊ അമ്മച്ചിക്ക് കുശാലായില്ലോ. 2 നൈറ്റി, ഒരു സാരി, 1000 രൂപ കിട്ടിയില്ലേ? അപ്പൊ സന്തോഷായില്ലേ? പുതിയ മരുമോന് വീട്ടിൽ വന്ന് വൈകുന്നേരം വിളിക്കാൻ കൊച്ചിന്റെ ബ്ലൗസ് ഒന്ന് ഷേപ്പ് ചെയ്യിപ്പിക്കാൻ. നാളെ പള്ളിയിൽ പരിപാടിയാ. അതിന് കൊണ്ട് കൊടുക്കണം. ശരി. അല്ലേ, നല്ല കാര്യല്ലേ? പുതിയ മരുമോൻ അമ്മയ്ക്ക് 1000 രൂപ കൊടുത്തുന്നു. നല്ല കാര്യല്ലേ റൈസിക്ക? അവരെ ഓണായിട്ട് ഇപ്പൊ ഇത്ര നാളെ 2ാമത് കല്യാണം കഴിച്ചിട്ടാ. കേക്ക് ഇത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വലിയ മൈൻഡ് അനുസരിച്ചു. വിളിച്ചപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം എൻ്റെ ചേച്ചിയുടെ പ്രസവം നിർത്തിയതാണ്. അപ്പൊ ചേച്ചിക്ക് അപ്പൊ ചേച്ചി വിചാരിച്ചു ചേച്ചിന് വേറെ കല്യാണം കഴിക്കില്ല എന്ന്. എപ്പോഴും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്രസവം നിർത്താൻ പാടില്ല. നമ്മുടെ ഭർത്താക്കന്മാരും നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മൾ വേറെ ഒത്തിൻ്റെ കൂടെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് അതിൽ കുട്ടീനെ ആഗ്രഹിക്കും. നമ്മൾ ഏതായാലും ആഗ്രഹിക്കും. എന്നിട്ട് എൻ്റെ ചേച്ചി 2ാമത് കല്യാണം കഴിച്ച് ഒട്ടും വിചാരിച്ചതല്ല. ചേച്ചി പ്രസവം നിർത്തിയപ്പോൾ അങ്ങനെ ഒരുത്തനെ സ്നേഹിച്ച് 6 വർഷം പ്രണയിച്ചു കേട്ടോ. 6 വർഷം പ്രണയിച്ചിട്ട്